ഇനിയിപ്പോൾ ഞാൻ കെ ആർ ഗോപികൃഷ്ണൻ കൂടെ വേദിയിലേക്ക് വിളിക്കുന്നു. കെ ആർ ഗോപികൃഷ്ണനായിരിക്കും. നമുക്കിന്ന് കുറച്ച് അതിഥികൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൂടി നമ്മൾ ആദരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഒരു മുഖ്യ അതിഥിയായി ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ജ്യോതി ലാബ്. നിങ്ങൾക്കറിയാം, എല്ലാ മലയാളികൾക്കും ഏറ്റവും അഭിമാനം നൽകിയ ഉജാല എന്ന് പറയുന്നൊരു ബ്രാൻഡ് ലോകത്ത് പ്രശസ്തമാക്കിയ എം പി രാമചന്ദ്രൻ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു. ശ്രീ എം പി രാമചന്ദ്രൻ. ശ്രീ എം പി രാമചന്ദ്രൻ, ജ്യോതി ലാബ്സ് ലിമിറ്റഡ് ആൻഡ് സഹ്യാദ്രി ബയോ ലാബ്സ് ഫൗണ്ടർ ശ്രീ എം പി രാമചന്ദ്രന്റെ സ്നേഹാദരങ്ങളോടെ ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർ. ഗോകുലം ഗോപാലേട്ടൻ അദ്ദേഹത്തിലൂടെ ആദരവിൻ്റെ ഭാഗമായിട്ട് ഒരു മൊമെൻറ്റോ സമർപ്പിക്കുകയാണ്. രാമേന്ദ്രൻ സാർ, നിങ്ങൾക്കറിയാം, നഴ്സറി കുട്ടികളെ കൊണ്ടുപോലും ഉജാല തന്നെ ഉത്തമം എന്ന് പഠിപ്പിച്ച ആളാണ്. രണ്ട് വാക്ക് പറയാന്ന് പറഞ്ഞാൽ അതിന് അവസാനമില്ലാത്ത രീതിയിലാണ് ഉണ്ടാവുക. രണ്ടോ നാലോ ആവാം സാർ, കുഴപ്പമില്ല. ശരി. നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഈ വാർത്തകൾക്കും മാത്രമായിട്ട് ജനിച്ചൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയുള്ളത്. ആദ്യകാലത്ത് നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോ തൊട്ട് തുടങ്ങിയതാണ് ഉജാലയും നമ്മുടെ ശ്രീകണ്ഠൻ നായരും തമ്മിലുള്ള ബന്ധം. അത് ഇന്ന് വരെ എത്തി നിൽക്കുന്നു. ഇനി മുന്നോട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഗോപാലനാണെന്ന് വെച്ചാൽ അനവധി കാലത്തെ പറഞ്ഞ് നമുക്കുണ്ട്. ശ്രീ ആലുങ്കൽ മുഹമ്മദിനെ ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ. സന്തോഷമുണ്ട് ഇത്തരം ഒരു സന്ദർഭത്തിൽ കാണാൻ സാധിച്ചില്ല. എന്തായാലും 24-ഉം ഫ്ലവേഴ്സും വളരെ നല്ല രീതിയിൽ വളരട്ടെ എന്നുള്ള ആഗ്രഹമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചാനൽസാണ്, അത് നന്നാവട്ടെ എന്ന് ആഗ്രഹമുണ്ട്. താങ്ക് യു. അമിന്ദർ സാറിൻ്റെ കൈയടി. കാരണം നിങ്ങൾക്കറിയുന്നത് പോലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ ഉജാല പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് ഷെയർ 98% അതൊക്കെ ഒരു നേടാൻ കഴിഞ്ഞ മലയാളി എന്നുള്ള നിലയിൽ ഈ അരികന്നൂരുകാരന് എല്ലാവിധമായ ആശംസകളും. ഇത് മാത്രമല്ല, ഒരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഒരു പുതിയ പ്രോഡക്റ്റുമായിട്ട് വന്നിട്ടുണ്ട്, അമൃത് വേണി എയർ എലിക്സർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ അത് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക. കാര്യം ഫ്ലവേഴ്സ് 1 കോടിയുടെ സ്പോൺസറാണ് സാർ. ഞാനാണത് ഏറ്റവും കൂടുതൽ തവണ ഇപ്പോൾ പറയുന്നത് കേട്ടോ. അമൃതവേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് 1 കോടി എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച് ശ്രീ എം പി രാമചന്ദ്രൻ, ജ്യോതി ലാബ്സ് ലിമിറ്റഡ് സഹ്യാദ്രി ബയോ ലാബ്സ് ഫൗണ്ടർ. വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു ഇനി ABA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ AB അനൂപ്. സർ, പ്ലീസ്. ശ്രീ AB അനൂപ്, നിങ്ങൾക്കറിയാം, അദ്ദേഹം എഡിമിക്സിൻ്റെ ഉടമയാണ് എന്നതിനപ്പുറം അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹം നടനാണ്, നാടക പ്രവർത്തനത്തിലൂടെ രംഗത്ത് വന്നയാളാണ്. ഈയിടയ്ക്ക് പുസ്തകം എഴുതി, യു ടേൺ. അതെ, അത് 24-ൽ ലൈവായിട്ട് വന്നിരുന്നു. എൻ്റെ പല പരിപാടികൾക്കും താങ്കൾ എന്നെ വിളിക്കാറുണ്ട്. സിനിമാ പ്രവർത്തകൻ എന്ന നിലയിലും താങ്കൾ എന്നെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷം. ഫ്ലവേഴ്സും 24-ഉം തുടങ്ങിയ കാലം മുതൽ തന്നെ അതിനോട് സജീവമായിട്ട് എല്ലാത്തിലും പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഗോപാലേട്ടൻ. അതല്ല ഗോപാലേട്ട, ഇദ്ദേഹത്തിന് എനിക്കിത് അറിയാമെന്നുള്ള ഇദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ ഈ മിഡിമിക്സിലൊക്കെ ഈ പരസ്യം കൊടുക്കാനുള്ള ലിസ്റ്റൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പം ഫ്ലവേഴ്സൊന്നും ചിലപ്പോൾ അത് കാണത്തില്ലല്ലോ, ചിലപ്പോൾ 24 കാണത്തില്ല. എന്നാൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു അനുശാസനം അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ ഫ്ലവേഴ്സും 24 അവിടെ നിർബന്ധമായി വേണം. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നമ്മളുടെ അടുപ്പം എന്ന് പറയും. താങ്ക് യു ശ്രീ അനൂപ്. ചെന്നൈക്കാരനായ ഗോപാലേട്ടനാണല്ലോ ചെയർമാൻ. എന്നെ വിടില്ലല്ലോ, എന്തായാലും എന്നെ വിടില്ലല്ലോ. ഗോപാലേട്ടൻ താർത്തുകളല്ലേ. ഓക്കെ, മൊമെന്റോസ് ശ്രീ ആലിങ്കൽ മുഹമ്മദ്. ശ്രീ ആലിങ്കൽ മുഹമ്മദും ശ്രീ AB അനൂപും തമ്മിലൊരു ചെറിയ സാമ്യമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി? രണ്ടുപേരും ആരോഗ്യരംഗത്താണ് പ്രവർത്തിക്കുന്നത് അല്ലേ? ഓക്കെ, താങ്ക് യു ശ്രീ AB അനൂപ്. നല്ല കുറേ അധികം സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയാണ് ശ്രീ AB അനൂപ്. ശരി, ഇനി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ജിടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ CMD ശ്രീ മെഹ്റൂഫ് മണലോടിയാണ് എത്തേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായ ഒരു അസൗകര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേദിയിലെത്തുന്നു ജിടെക് ഏരിയ ഓഫീസ് ഡയറക്ടർ ശ്രീ അനീഷ് ജോർജ്. വെൽക്കം. താങ്ക് യു, അനീഷ്.
ശ്രീ അനീഷ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഓൺ ബിഹാഫ് ഓഫ് മെഹ്റൂഫ് സാർ, ഇങ്ങനൊരു അവാർഡ് ജിടെക്കിന് തന്നതിൽ 24 ന്യൂസിനോടും ചാനലിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. എന്നും നേരായ വാർത്തകൾ തരുന്ന 24 ന്യൂസ് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു. ശ്രീ ഗോകുലം ഗോപാലേട്ടൻ അദ്ദേഹത്തിന് ഒരു ആദരവിൻ്റെ ഭാഗമായിട്ടൊരു മൊമെൻറ്റോ സമ്മാനിക്കുന്നു. കൈയടിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഊർജ്ജമൊക്കെ നമ്മൾ കാണട്ടെ. കൈയടിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ഊർജ്ജം ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങളുടെ ഊർജ്ജമാണ് നമ്മുടെ സ്രോതസ്. ഗോപാലേട്ട, ഇനി നമ്മൾ വേദിയിലേക്ക് വിളിക്കാൻ പോകുന്നത് ശ്രീ ആലിംഗൽ മുഹമ്മദ് 24-ൻ്റെ മേധാവിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരാളിനെയാണ്. പ്രശ്നമാവൂ? ഓക്കെ, നമ്മൾ വേദിയിലേക്ക് വിളിക്കുന്നത് നമ്മുടെ ഫയർ ബ്രാൻഡ് റിപ്പോർട്ടർ വിനീത VG. വിനീത, പ്ലീസ് ബി ഓൺ ദി സ്റ്റേജ്. നമ്മുടെ ഈ 24-ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മൾ നമ്മുടെ സഹപ്രവർത്തകരോടൊപ്പം ഉണ്ടാകും. അത് കലാകാരന്മാരായാലും നമ്മുടെ ജീവനക്കാരായാലും. വിനീത നിങ്ങൾക്കറിയുന്നത് പോലെ ഏറ്റവും നന്നായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വിനീതയ്ക്ക് ആരാ കൊടുക്കുന്നത്? ആലിംഗൽ സാർ കൊടുക്കുന്നു, ഗോപാലേട്ടൻ കൊടുക്കുന്നു. രണ്ടുപേരുടെ ശ്രീ ആലിംഗൽ മുഹമ്മദും ശ്രീ ഗോകുലം ഗോപാലനും ചേർന്ന് ഒരു മൊമെൻറ്റോ സമ്മാനിക്കുന്നു. രണ്ടുപേരോട് ചേർന്ന് ഞാനിവിടെ അതിൽ പിടിച്ചോളാം. ഓക്കെ, ഒരു വലിയ കൈയടി വിനീത VG കൊടുക്കുക. ഓക്കെ വിനീത. ഈ പിന്തുണ തന്നെയാണ് മുന്നോട്ടുള്ള പ്രവർത്തനത്തിന്റെ കരുത്ത്. മാധ്യമ പ്രവർത്തനം ഏറെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. താങ്ക് യു വിനീത. ഗോപാലേട്ട, താങ്ക് യു ശ്രീ ആലിംഗൽ മുഹമ്മദ്.